ശ്രീനാരായണ ഗുരുസ്വാമികൾ ജീവിച്ചിരുന്നു എന്ന് മദർ തെരേസ ഓരോരുത്തരുടെയും പേരുകൾ എടുത്തു പറയുകയാണെങ്കിൽ അവരൊക്കെ ഓർത്തെടുക്കുമ്പോൾ നല്ല ചെയ്തികൾ, നല്ല ഓർമ്മകൾ ഉള്ളത് കൊണ്ട് ഇവിടെ ഇവരൊക്കെ നമുക്ക് നേതൃത്വം നൽകിയിരുന്നു എന്ന് നാം ഓർത്തെടുക്കാൻ സന്നദ്ധരാവണമെങ്കിൽ നമ്മുടെ ചെയ്തികൾ നന്നാവണം, നല്ല സ്വഭാവക്കാരാവണം. നശ്വരമായ ലോകം വിട്ട് പാരത്രികമായ ലോകത്തേക്ക് ചേക്കേറേണ്ടവരാണ് നമ്മൾ. ആറടി മണ്ണിലന്ത്യം, പിന്നെ എന്തിനീ ദുനിയാവ് സ്വന്തം, നിന്നെ പിണഞ്ഞുള്ള ബന്ധം എല്ലാം ഒരു നിമിഷത്തെ സുഗന്ധം. സുഖമിതു മാറും സുയിപ്പായി തീരും, സക്കറാത്തുൽ മൗത്തിന്റെ നേരം, ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പൊഴിക്കുമെല്ലാരും. അഹംഭവക്കാരൻ അഴിമതി വീരൻ, ആരോടും ശൂടാത്ത ശൂരൻ, അമരക്കാരൻ സമരക്കാരൻ, അമരക്കാരൻ സമരക്കാരൻ, അസ്രായീലിന്റെ മുന്നിൽ നിസ്സാരൻ, അസ്രായീലിന്റെ മുന്നിൽ നിസ്സാരൻ. ഇതാണ് പാട്ടിന്റെ ധർമ്മം. ഒരു ഉസ്താദിന്റെ 2 മണിക്കൂർ മതപ്രഭാഷണത്തിന് സമാനമാണ്. ഞാൻ നേരത്തെ പാടിയല്ലോ, ശ്രീകുമാരൻ തമ്പി എന്ന മുസൽമാൻ എഴുതിയ വരി, മുസൽമാനല്ല ഹൈന്ദവനാണ്, അദ്ദേഹം എഴുതിയ വരി എന്താ? ഇത്രത്തോളം ഈമാൻ നമുക്കുണ്ടോ? എങ്കിൽ അത് വേണം. ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ എന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ട് നിസ്കാരത്തില്. ശിഹാബ് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ഇയ്യാക്ക അഅ്ബുദു വ ഇയ്യാക്ക അസ്തഈനു എന്നാണോ? അല്ല, നാം എല്ലാവർക്കും നന്മ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഓം സർവേഷാം സ്വസ്തിർ ഭവന്തു, ഓം സർവേഷാം ശാന്തി ഭവന്തു, ഓം സർവേഷാം പൂർവം ഭവന്തു, ഓം സർവേഷാം മംഗളം ഭവന്തു, ഓം ശാന്തി ശാന്തി ശാന്തി. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്ന സുഖത്തിനായി വരണമെന്ന ശ്രീനാരായണ ഗുരുസ്വാമികളുടെ വാക്കുകൾ. ഇതുതന്നെയാണ് മുസൽമാനായ ഞാനും നിങ്ങളും ഇയ്യാക്ക നഅ്ബുദു ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിലും നാം പ്രാർത്ഥിക്കുന്നത് എന്താ? ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു. അല്ലാതെ ഒരുവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയേക്കാൾ കൂട്ടത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓം സർവേഷാം സ്വസ്തിർ ഭവന്തു. എന്താ അർത്ഥം? മഹർഷിയുടെ അടുത്ത് പൂർണ്ണ ഗർഭിണിയായ ഒരു ഭാര്യയെയും കൊണ്ട് ഒരാൾ വന്നു. മഹർഷിയോട് ചോദിച്ചു, എൻ്റെ ഭാര്യ സുഖപ്രസവത്തിനായി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ആ സമയം മഹർഷി പറഞ്ഞു, എൻ്റെ മക്കളെ എന്താ സാറിൻ്റെ വിസിൽ, സാറിൻ്റെ വിസിൽ, ഓക്കെ ഇതുകൊണ്ടിരിക്കണം. അപ്പോ മഹർഷിയോട് പറയാണ്, എൻ്റെ ഭാര്യ സുഖപ്രസവത്തിന് വേണ്ടി എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹർഷി പറഞ്ഞത് ഓം സർവേഷാം സ്വാസ്ഥ്യർ ഭവന്തു, ഈ സർവചരാചരങ്ങൾക്കും ശാന്തിയും സമാധാനവും സ്വസ്ഥവും ഉണ്ടാവട്ടെ എന്ന് നീ പ്രാർത്ഥിക്കുക. നിന്റെ ഭാര്യയ്ക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ നീ എല്ലാവർക്കും പ്രാർത്ഥിക്കുക. ഇത് തന്നെയല്ലേ ഇർഹമു മൻഫിൽ അർളി യർഹമുക്കും മൻഫി സമാ. ഉസ്താദുമാരും തങ്ങന്മാരൊക്കെയുള്ള വേദിയാണ്, സദസ്സാണ്. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരാൻ മടിക്കരുത് കേട്ടോ. ഇർഹമു മൻഫിൽ അർളി, ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. എങ്ങനെ? ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ. മനുഷ്യനാണ് ആ മനുഷ്യത്വം, ജാതി. മനുഷ്യനാണ് ജാതി, മനുഷ്യത്വമാണ് ജാതി, മനുഷ്യത്വമാണ് ഏകത്വം, ഏകത്വമാണ് വിനയത്വം, വിനയത്വമാണ് വിജയത്വം, വിനയം വിജയം വിജ്ഞാനം. വിജ്ഞാനവും വിനയവും ഉണ്ടാവുമ്പോഴാണ് ഒരാൾക്ക് വിജയമുണ്ടാവും. 0 to hero. 0യുടെ അവസാനം എന്താ? ഈ സസായിബെ ഓ അല്ലേ? ഓ എങ്ങനെ സൂചിപ്പിക്കുന്നു? 0, ഓ 0. 0 എന്ന